നമ്മൾ സാധാരണ ഒരു IT ജോലിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ശരിക്കും എന്താണ് മനസ്സിലേക്ക് വരുന്നത്? മാസാവസാനം അക്കൗണ്ടിൽ കൃത്യമായി എത്തുന്ന ഒരു വലിയ തുക, പിന്നെ AC ക്യാബിനുകൾ, EMI ഒക്കെ അടയ്ക്കാനുള്ള ആ ഒരു സുരക്ഷിതത്വം. അതെ, അതൊരു വല്ലാത്ത സേഫ് സോൺ തന്നെയാണ്. തീർച്ചയായും. പ്രത്യേകിച്ച് മാസം ഒരു $5500, അതായത് നമ്മുടെ നാട്ടിലെ കണക്കിൽ പറഞ്ഞാൽ ഏകദേശം 4.5 ലക്ഷം രൂപ ശമ്പളമുള്ളൊരു ജോലിയാണെങ്കിലോ. ഇതൊരു വലിയ കപ്പലിലെ ഭയങ്കര സുരക്ഷിതമായ യാത്ര പോലെയാണ്. അവിടെ ഒരു ചെറിയ കാറ്റോ കോളോ ഒന്നും നമ്മളെ ബാധിക്കില്ല. അതെ. പക്ഷെ ആ വലിയ കപ്പലിൽ നിന്ന് നടുക്കടലിലേക്ക് എടുത്തുചാടി സ്വന്തമായി ഒരു ചെറിയ ചങ്ങാടമുണ്ടാക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ? ഇന്ന് നമ്മൾ ഈ ഡീപ് ഡൈവിൽ ഡീകോഡ് ചെയ്യുന്നത് അങ്ങനെ ഒരു കഥയാണ്. ശരിയാണ്. ഈ കേൾക്കുന്ന നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കാനും അറിയാനും ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഇതൊരു വെറും കഥയല്ല. നിങ്ങളുടെ ചിന്തകളെ ശരിക്കും മാറ്റാൻ പോകുന്ന ചില ബിസിനസ് പാഠങ്ങളാണിതിലുള്ളത്. അപ്പോ ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് പവർ അപ്പ് മണി എന്ന യൂട്യൂബ് ചാനലിൽ വന്ന ഒരു വീഡിയോ ട്രാൻസ്ക്രിപ്റ്റിലെ വിവരങ്ങളാണ്. കേരളത്തിൽ നിന്നുള്ള ഒരു ദമ്പതികളുടെ വളരെ ശ്രദ്ധേയമായ സംരംഭകത്വ യാത്രയാണിത്. 2011 പിതാവിന് അസുഖം ബാധിച്ചതിനെ തുടർന്ന് സൗദി അറേബ്യയിലെ ജോലി വിട്ട് നാട്ടിലെത്തിയ ഒരു യുവാവ് തികച്ചും തരിശായി കിടന്ന ഭൂമിയിൽ നിന്നും ഇന്നത്തെ നിലയിലേക്കെത്തിയതിന്റെ വഴികളാണിതിലുള്ളത്. അതായത് ഇതൊരു സാധാരണ കൃഷിയുടെ കഥയല്ല എന്ന് ചുരുക്കം. അല്ലേയല്ല, കൃത്യമായ ബിസിനസ് തന്ത്രങ്ങളും ഡേറ്റയും സ്മാർട്ട് സാങ്കേതിക വിദ്യയുമൊക്കെ ഉപയോഗിച്ച് എങ്ങനെ 1 കോടി രൂപ വരുമാനമുള്ള ഒരു അഗ്രിടെക് കമ്പനി അവർ കെട്ടിപ്പടുത്തു എന്നാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. അതാണ് ഇതിലെ ഏറ്റവും കൗതുകകരമായ കാര്യം. അതായത് ഈ സുരക്ഷിതമായ ആ 9 to 5 ജോലി ഉപേക്ഷിക്കാവുന്നത് പലരും സ്വപ്നം കാണുന്ന കാര്യമാണ്. പക്ഷെ അത് ശരിക്കും ചെയ്യാൻ വലിയ ധൈര്യം വേണം കേട്ടോ. തീർച്ചയായും വലിയ ധൈര്യം വേണം. ഇതൊരു കോർപ്പറേറ്റ് എഞ്ചിനീയർ എന്ന ഐഡന്റിറ്റിയിൽ നിന്നും പൂർണ്ണമായും റിസ്ക് എടുക്കാൻ തയ്യാറുള്ള ഒരു സംരംഭകനായി മാറുന്നതിന്റെ കഥയാണ്. ശരിക്കും 2015 കോളേജിൽ വെച്ചാണ് ഇവർ കണ്ടുമുട്ടുന്നത്. പിന്നെ 2017 പ്രണയത്തിലാവുകയും 2020 വിവാഹിതരാവുകയും ചെയ്തു. ഭർത്താവിന് എപ്പോഴും പലതരം ബിസിനസ് ആശയങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അതൊന്നും ഭാര്യയ്ക്ക് വലിയ താൽപ്പര്യമുണ്ടാക്കിയില്ല. അതെ, ആ സമയത്ത് അവർക്ക് താൽപ്പര്യമില്ലായിരുന്നു. പക്ഷെ കുട്ടികൾക്ക് വരെ വളരെ എളുപ്പത്തിൽ വളർത്താൻ കഴിയുന്ന കൂൺ എന്ന ആശയം കേട്ടപ്പോൾ അവർക്കൊരു വലിയ സ്പാർക്ക് കിട്ടി. അവിടുന്ന് കാര്യങ്ങൾ വളരെ വേഗത്തിലാണ് മാറിയത്, അല്ലേ? അതെ, ആ ഒരു ആശയമാണ് 2022 ആ വലിയ തീരുമാനമെടുക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. അതായത് ഈ പ്രതിമാസം 4.5 ലക്ഷം രൂപ ശമ്പളമുള്ള സോഫ്റ്റ്വെയർ ജോലി അവർ ഉപേക്ഷിച്ചു. വെറും 10 ലക്ഷം രൂപയുടെ സമ്പാദ്യവുമായാണ് അവർ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. വാവ്, 10 ലക്ഷം രൂപ വെച്ച് മാത്രം. അതെ, എന്നാൽ കാര്യങ്ങൾ അവർ വിചാരിച്ചതുപോലെ എളുപ്പമായിരുന്നില്ല. വെറും 6 മുതൽ 8 മാസങ്ങൾക്കുള്ളിൽ തന്നെ ആ 10 ലക്ഷം രൂപ മുഴുവനായും തീർന്നുപോയി. ബിസിനസ് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വീഴുകയും ചെയ്തു. ഒരു മിനിറ്റ്, അവിടെ എനിക്കൊരു വലിയ സംശയമുണ്ട്. 4.5 ലക്ഷം രൂപയുടെ ഉറപ്പുള്ള വരുമാനം ഉപേക്ഷിച്ച് ഉള്ള സമ്പാദ്യം മുഴുവൻ ഒരു പുതിയ മേഖലയിൽ നിക്ഷേപിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടേ? അതെ, സ്വാഭാവികമായും അങ്ങനെ തോന്നും. ഈ 8 മാസം കൊണ്ട് 10 ലക്ഷം രൂപ തീർന്നുപോയെന്ന് പറയുമ്പോൾ അതൊരു വളരെ മോശമായ പ്ലാനിംഗ് അല്ലേ? ഇവരാ സമയത്ത് ചെയ്തത് എന്താണെന്ന് കേൾക്കുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നും. എന്താ ചെയ്തത്? സ്വന്തമായി ഒരു ലാബ് സജ്ജീകരിക്കുന്നതിനായി അവർ തങ്ങളുടെ ഭാവിക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്ന നിക്ഷേപങ്ങളെല്ലാം പിൻവലിച്ചു. ക്രിപ്റ്റോ കറൻസിയിലുണ്ടായിരുന്ന 2 ലക്ഷം രൂപ, സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും SIPകളിൽ നിന്നുമുള്ള 2 ലക്ഷം രൂപ, പിന്നെ കയ്യിലുണ്ടായിരുന്ന 6 ലക്ഷം രൂപ, ഇതെല്ലാം അവർ ഈ ലാബിലേക്ക് നിക്ഷേപിച്ചു. അമിതാവേശമല്ലേ? ശരിയാണ്. ഒറ്റനോട്ടത്തിൽ അതൊരു അമിതാവേശമായിട്ട് തന്നെ തോന്നും. പക്ഷേ കൂൺ കൃഷിയുടെ ആ ഒരു ശാസ്ത്രീയ വശം മനസ്സിലാക്കിയാൽ അവർ എന്തിനാണ് ആ ലാബിനു വേണ്ടി അത്രയും പണം ചെലവാക്കിയത് എന്ന് നമുക്ക് വ്യക്തമാകും. ഓഹോ, അതിൽ ശാസ്ത്രീയമായ എന്തെങ്കിലും കാരണമുണ്ടോ? ഉണ്ട്. കൂൺ കൃഷിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന്റെ വിത്തുകളാണ്. അതായത് സ്പോൺ എന്ന് പറയും. ഈ വിത്തുകൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ അതിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയില്ല. ശരിയാണ്. പലപ്പോഴും ബാക്ടീരിയയോ ഫംഗസോ ബാധിച്ച് കൃഷി മുഴുവൻ നശിച്ചുപോകാം. അപ്പോ സ്വന്തമായി ഒരു മൈക്രോബയോളജി ലാബ് സജ്ജീകരിക്കുന്നത് വഴി 100% ഗുണനിലവാരമുള്ള വിത്തുകൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. അപ്പൊ അതായിരുന്നു പ്ലാൻ. അതെ, മറ്റുള്ള കമ്പനികളുടെ ഷെയറുകളിൽ നിക്ഷേപിച്ച് കാത്തിരിക്കുന്നതിന് പകരം സ്വന്തം കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യത്തിനായി അവർ ആ പണം ഉപയോഗിച്ചു. ഇതൊരു തെറ്റായ പ്ലാനിംഗ് അല്ല, മറിച്ച് ലോങ് ടേമിൽ ബിസിനസ് സുരക്ഷിതമാക്കാനുള്ള കൃത്യമായൊരു തന്ത്രമായിരുന്നു അത്. ഓക്കെ,
സ്വന്തം ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതിരിക്കാൻ അവർ കാണിച്ച ആ ഒരു ദീർഘവീക്ഷണം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എങ്കിലും ആ സമയത്ത് അവരുടെ അവസ്ഥ വളരെ മോശമായിരുന്നു അല്ലേ? വളരെ മോശമായിരുന്നു. ഒരു വർഷത്തോളം കാര്യമായ ഒരു വളർച്ചയുമുണ്ടായില്ല. പരമാവധി 20,000 രൂപയുടെ വിൽപ്പന മാത്രമാണ് ഒരു മാസം അവർക്ക് ലഭിച്ചിരുന്നത്. ഇനി നമ്മൾ ഈ 2023ന്റെ തുടക്കത്തിലേക്ക് വരാം. ഈ സമയത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ കപ്പലിൽ നിന്ന് ചാടിയാൾ നടുക്കടലിൽ മുങ്ങിത്താഴുന്ന അവസ്ഥയിലെത്തുന്നത്. അവിടെ അവർ ചെയ്ത കാര്യം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. അതെ, വളരെ അപ്രതീക്ഷിതമായിരുന്നു അത്. ബിസിനസ് നിർത്തി പഴയ കോർപ്പറേറ്റ് ജോലിയിലേക്ക് മടങ്ങുകയല്ല അവർ ചെയ്തത്. പകരം പൂർണ്ണമായും ഒരു ബ്രേക്ക് എടുത്ത് നേരെ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്കൊരു ട്രെക്കിങ്ങിന് പോയി. ബിസിനസ് തകർന്നു നിൽക്കുമ്പോൾ ആരെങ്കിലും എവറസ്റ്റ് കയറാൻ പോകുമോ? ബിസിനസിന്റെ സാമ്പത്തിക വശത്തുനിന്ന് നോക്കുമ്പോൾ അതൊരു ഭയങ്കര വിചിത്രമായ തീരുമാനമായി തോന്നും. എന്നാൽ മാനസികമായ തലത്തിൽ ഇതൊരു പാറ്റേൺ ഇന്ററപ്റ്റാണ്. അതായത് തലച്ചോറിനെ ഒന്ന് റീസെറ്റ് ചെയ്യുന്ന പരിപാടി. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. 13 ദിവസങ്ങൾ നീണ്ട 350 കിലോമീറ്റർ ദൈർഘ്യമുള്ളൊരു ട്രക്കിംഗ് ആയിരുന്നു അത്. ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം, ഗൈഡോ പോർട്ടറോ ഇല്ലാതെ സ്വന്തമായി 15 കിലോയിലധികം വരുന്ന സാധനങ്ങൾ ചുമന്നുകൊണ്ടാണ് അവർ ആ മല കയറിയത്. അയ്യോ, 15 കിലോയോ? അതെ. എല്ലാ വർഷവും നമ്മൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള, കംഫർട്ട് സോണിന് പുറത്തുള്ളൊരു കാര്യമെങ്കിലും ചെയ്യണം എന്ന ചിന്തയിൽ നിന്നാണ് ഇതിലേക്ക് എത്തിയത്. ഒരു വലിയ പ്രശ്നത്തിന് നടുവിൽ നിൽക്കുമ്പോൾ പലപ്പോഴും നമുക്കതിന്റെ പരിഹാരം കാണാൻ കഴിയില്ലല്ലോ. ശരിയാണ്, നമ്മൾ അതിൽ തന്നെ കുടുങ്ങിപ്പോകും. അതെ, പൂർണ്ണമായും വ്യത്യസ്തമായ വെല്ലുവിളികൾ നിറഞ്ഞൊരു സാഹചര്യത്തിലേക്ക് മാറുമ്പോൾ തലച്ചോർ പുതിയ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങും. അതായത് ശാരീരികമായി അത്രയും വലിയൊരു വെല്ലുവിളിയെ നേരിട്ടപ്പോൾ നാട്ടിലെ ബിസിനസ് പ്രശ്നങ്ങൾ അവർക്ക് വളരെ ചെറുതായി തോന്നിത്തുടങ്ങിയല്ലേ? തീർച്ചയായും. ആ തിരിച്ചുവരവ് ശരിക്കും ഒരു പുതിയ തുടക്കമായിരുന്നു. ഒരു എഞ്ചിനീയർ എന്ന ഐഡന്റിറ്റിയിൽ നിന്ന് യഥാർത്ഥത്തിൽ റിസ്ക് എടുക്കാൻ തയ്യാറുള്ളൊരു ബിസിനസ്സുകാരൻ എന്ന ഐഡന്റിറ്റിയിലേക്കുള്ള മാത്രം ഈ എവറസ്റ്റ് യാത്രയിലൂടെയാണ് പൂർണ്ണമായത്. അതെ അതെ. കാരണം അവിടെ നിന്ന് തിരിച്ചു വന്നതിന് ശേഷമാണ് ബിസിനസ് വിപുലീകരിക്കാൻ ആവശ്യമായ ഒരു വലിയ കണ്ടെയ്നർ വാങ്ങാൻ അവർക്ക് ധൈര്യം ലഭിച്ചത്. പക്ഷേ ധൈര്യം മാത്രം പോരല്ലോ, ക്യാഷ് ഫ്ലോ ഉണ്ടാകണമല്ലോ. ക്യാഷ് വേണമല്ലോ. തിരിച്ചെത്തിയ ശേഷം അവർ രാഹുൽ എന്നൊരു യൂട്യൂബറുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. 2023 മൺസൂൺ കാലത്ത് അവർ ഇറക്കിയൊരു വീഡിയോ വലിയൊരു തരംഗമായി മാറി. വെറുമൊരു മാസം കൊണ്ട് 1,00,000 വ്യൂസും 5000 കിലോ കൂൺ വിൽപ്പനയുമാണ് നടന്നത്. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും മാറുന്നതല്ലേ? അതെ, കൃത്യമായി പറഞ്ഞാൽ അവർ കേവലം ഒരു മാർക്കറ്റിംഗ് വീഡിയോ ചെയ്യുകയായിരുന്നില്ല അവിടെയാണ് ബിസിനസ് ലോകത്തെ പ്രശസ്തമായ ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി അവർ പ്രയോഗിച്ചത്. ആഹാ, ഈ ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി. അതെ, നിലവിലുള്ള ഒരു മാർക്കറ്റിൽ മറ്റുള്ളവരോട് മത്സരിക്കുന്നതിന് പകരം ഒട്ടും മത്സരമില്ലാത്ത പുതിയൊരു മാർക്കറ്റ് സ്വയം സൃഷ്ടിക്കുക എന്നതാണ് ഈ തന്ത്രം. ഇവിടെ അവർ ഇന്ത്യയിൽ അതുവരെ ആരും കാര്യമായി ചിന്തിക്കാത്ത മഷ് പെല്ലറ്റ്സ് എന്നൊരു പുതിയ പ്രോഡക്റ്റ് അവതരിപ്പിച്ചു. ഒരു മിനിറ്റ്, ഈ മഷ് പെല്ലറ്റ്സ് എന്ന് പറയുന്നത് കൃത്യമായി എന്താണ്? ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ അതൊന്ന് പറയാമോ? തീർച്ചയായും പറയാം. സാധാരണയായി ഒരാൾക്ക് വീട്ടിൽ കൂൺ കൃഷി ചെയ്യണമെങ്കിൽ കുറേ പണിയുണ്ട്. വൈക്കോൽ പുഴുങ്ങണം, അത് ഉണങ്ങണം, അണുവിമുക്തമാക്കണം, അതിൽ കൃത്യമായ അളവിൽ വിത്ത് ചേർക്കണം. അങ്ങനെ വളരെ സങ്കീർണമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കേൾക്കുമ്പോൾ തന്നെ പാടാണെന്ന് തോന്നുന്നു. അതെ, ചെറിയൊരു പിഴവ് വന്നാൽ ഫംഗസ് ബാധിച്ച് ആ കൃഷി മുഴുവൻ നശിച്ചുപോകും. ഇത് കേൾക്കുമ്പോൾ തന്നെ സാധാരണക്കാരൊക്കെ പിന്മാറും. എന്നാൽ ഈ മഷ് പെല്ലറ്റ് എന്നത് വളരെ പ്രഷറിൽ കംപ്രസ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ചെറിയ ബ്ലോക്കാണ്. ഓക്കെ. ഇതില് കൂണിന് വളരാൻ ആവശ്യമായ എല്ലാ ഘടകങ്ങളും വിത്തും നേരത്തെ തന്നെ അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക, ഈ പെല്ലറ്റ് അതിലിടുക. അതൊരു വലിയ ബ്ലോക്കായി വികസിച്ചു വരും. പിന്നെ കുറച്ചു ദിവസം കഴിയുമ്പോൾ അതിൽ നിന്ന് തനിയെ കൂണുണ്ടായിക്കോളും. ഓ, അപ്പോ ഇതൊരു തരം ഇൻസ്റ്റന്റ് കോഫി പോലെയോ അല്ലെങ്കിൽ ഈ റെഡി ടു കുക്ക് ഭക്ഷണം പോലെയോ ആണല്ലേ? വെള്ളമൊഴിക്കുക, കൂൺ വളർത്തുക, അത്രയുള്ളൂ. അത്രയുള്ളൂ. ഭയങ്കര സിമ്പിളാണ്. ഇത് കേൾക്കുന്ന നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇവർ യഥാർത്ഥത്തിൽ കൂണല്ല വിറ്റത്, മറിച്ച് ആർക്കും വളരെ എളുപ്പത്തിൽ കൂൺ വളർത്താം എന്നൊരു അനുഭവമാണ് വിറ്റത്. അതാണ് യഥാർത്ഥ ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി. അതെ അതെ, അനുഭവം വിൽക്കുക. സാധാരണ കർഷകരോട് മത്സരിക്കുന്നതിന് പകരം ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവർക്കും കുട്ടികൾക്കും വരെ ഉപയോഗിക്കാവുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി അവർ പുതിയൊരു മാർക്കറ്റ് അങ്ങ് സൃഷ്ടിച്ചു. ഈ തന്ത്രം ബിസിനസ് വളർത്തുക മാത്രമല്ല ചെയ്തത് കേട്ടോ.
കർഷകർക്കിടയിലും സാധാരണക്കാർക്കിടയിലും അവരുണ്ടാക്കിയ ഈ വലിയ മാറ്റം സർക്കാരിന്റെ ശ്രദ്ധയിലും പെട്ടു. അതിന്റെ ഫലമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നുള്ള വലിയ പിന്തുണ അവർക്ക് ലഭിച്ചു. വാവ്, സർക്കാരിന്റെ സപ്പോർട്ട് കിട്ടിയോ? അതെ, കേരള കാർഷിക സർവകലാശാലയുടെ ഇൻക്യുബേഷൻ പ്രോഗ്രാം വഴി കേന്ദ്ര സർക്കാരിന്റെ RKVY റഫ്താർ സ്കീമിൽ നിന്നും 20 ലക്ഷം രൂപയുടെ ഗ്രാന്റ് അവർക്ക് ലഭിച്ചു. ഇത് 8 ലക്ഷം രൂപയുടെ ഗഡുക്കളായാണ് ലഭിക്കുന്നത്. കൂടാതെ കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ നിന്നും പ്രൊഡക്ടൈസേഷൻ ഗ്രാന്റായി 7 ലക്ഷം രൂപയും ലഭിച്ചു. ഈ ഗ്രാന്റ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമേ അല്ല. കാരണം ഇതൊരു ബാങ്ക് ലോണല്ലല്ലോ, നമ്മൾ തിരിച്ചടയ്ക്കേണ്ടതില്ലാത്ത ഫണ്ടാണ്. അതായത് ഇവരുടെ ബിസിനസ് മോഡലും അതിലെ സാങ്കേതികവിദ്യയും എത്രത്തോളം മികച്ചതാണെന്ന് സർക്കാർ തലത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ടു എന്നാണിത് കാണിക്കുന്നത്. അതെ, 100% ശരിയാണ്. ഇനി നമുക്ക് ഇവരുടെ ആ സാങ്കേതികവിദ്യയെക്കുറിച്ചൊന്നും സംസാരിക്കാം. ആ ടെക് വശം. നമ്മൾ ഈ സാധാരണ കാണുന്ന പോലെ പറമ്പിൽ ഷെഡ് കെട്ടിയുള്ള കൃഷിയല്ല ഇവരുടേതല്ലേ? അല്ലേയല്ല. 200 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള പൂർണ്ണമായും ഓട്ടോമേറ്റഡായ ഒരു കണ്ടെയ്നർ ഫാമാണിത്. പുറത്തെ കാലാവസ്ഥ എന്തുതന്നെയായാലും ഉള്ളിലെ കൃഷിയെ അത് ഒട്ടും ബാധിക്കില്ല. സ്മാർട്ട് ഫോണിലൂടെ നിയന്ത്രിക്കാൻ കഴിയുന്ന IoT സിസ്റ്റമാണ് ഇതിലുള്ളത്. അതെ. ഇതിൽ ഒരേ സമയം 500 ബാഗുകൾ വരെ വളർത്താം. പക്ഷെ എനിക്ക് മനസ്സിലാക്കാത്തൊരു കാര്യം, കൂണിനെപ്പോഴും തണുപ്പുള്ള കാലാവസ്ഥ വേണമല്ലോ. നമ്മുടെ ഈ ചൂടുള്ള കാലാവസ്ഥയിൽ ഇതൊക്കെ എങ്ങനെയാണ് കൃത്യമായി നടക്കുന്നത്? അവിടെയാണ് IT എഞ്ചിനീയർമാരായിരുന്ന അവരുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സഹായിച്ചത്. ഈ IoT സിസ്റ്റം എന്നത് വെറുമൊരു മൊബൈൽ ആപ്പ് മാത്രമല്ല കേട്ടോ. കണ്ടെയ്നറിനുള്ളിൽ എപ്പോഴും 18 ഡിഗ്രി സെൽഷ്യസ് താപനിലയും 85 മുതൽ 90% വരെ ആർദ്രതയും നിലനിർത്തണം. ഓക്കെ, അപ്പോൾ എപ്പോഴും ഒരു കുളിർമ വേണം. അതെ, ഉള്ളിലെ സെൻസറുകൾ ഈ വിവരങ്ങൾ എപ്പോഴും മോണിറ്റർ ചെയ്യുന്നുണ്ടാകും. ഉദാഹരണത്തിന് ആർദ്രത 85%-ൽ താഴേക്ക് പോയാൽ സെൻസർ ഉടൻ തന്നെ ഹ്യൂമിഡിഫയറിന് സിഗ്നൽ നൽകുകയും മനുഷ്യസഹായമില്ലാതെ തന്നെ അത് പ്രവർത്തിച്ച് ആർദ്രത പഴയപടിയിലാക്കുകയും ചെയ്യും. കൂണുകൾക്ക് വളരാൻ വേണ്ട കൃത്യമായ ആ ഒരു മൈക്രോ ക്ലൈമറ്റ് ഒരു സ്മാർട്ട് ഹോം പോലെ അവർ ഈ കണ്ടെയ്നറിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ശരിക്കും ഒരു സ്മാർട്ട് ഹോം ഫോർ ഫംഗി എന്ന് തന്നെ പറയാം. ഈ കൃത്യമായ താപനിലയുള്ളതുകൊണ്ട് തന്നെ അവർ സാധാരണ കൂണ് മാത്രമല്ല വളർത്തുന്നത്. വൈറ്റ് ഓയിസ്റ്റർ, ബ്ലൂ ഓയിസ്റ്റർ, ഗോൾഡൻ ഓയിസ്റ്റർ, ലയൺസ് മെയിൻ എന്നിങ്ങനെ വളരെ വിലപിടിപ്പുള്ള പലതരം കൂണുകൾ അവരവിടെ വളർത്തുന്നുണ്ട്. അതെ, പല വെറൈറ്റികളുണ്ട്. ഇതിൽ പിങ്ക് ഓയിസ്റ്റർ കൊളസ്ട്രോളിനും പ്രമേഹത്തിനും വളരെ നല്ലതാണെന്ന് പറയപ്പെടുന്നു. പക്ഷെ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് റീഷി എന്നറിയപ്പെടുന്ന കൂണിനെക്കുറിച്ച് കേട്ടപ്പോഴാണ്. റീഷി കൂൺ ഏകദേശം 4000-5000 വർഷങ്ങളായി ചൈനീസ് വൈദ്യത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഇതിനെ അവർ വിളിക്കുന്നത് തന്നെ അമർത്യതയുടെ കൂണെന്നാണ്. കേൾക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്ത ഫീലല്ലേ? അതെ, ഭയങ്കര ഒരു പേരാണ്, അമർത്യതയുടെ കൂണ്. ഈ റീഷി കൂണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിലടങ്ങിയിരിക്കുന്ന ഗാനോഡെറിക് ആസിഡാണ്. ഗാനോഡെറിക് ആസിഡ് അതായത് എന്താണ് ശരിക്കും? ഈ വാക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കീർണമായി തോന്നാമെങ്കിലും ഇതിന്റെ പ്രവർത്തനം വളരെ ലളിതമാണ്. നമ്മുടെ കമ്പ്യൂട്ടറിലോ ഫോണിലോ വരുന്നൊരു പുതിയ ആന്റിവൈറസ് അപ്ഡേറ്റ് പോലെ ഇതിനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഓക്കെ. നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധശേഷിയെ, അതായത് ഇമ്മ്യൂൺ സിസ്റ്റത്തെ എപ്പോഴും ഒരു അലർട്ട് മോഡിൽ നിർത്താനും പുറത്തുനിന്നുള്ള വൈറസുകളെ വേഗത്തിൽ തിരിച്ചറിഞ്ഞ് നശിപ്പിക്കാനും ഈ ഗാനോഡെറിക് ആസിഡ് നമ്മളെ സഹായിക്കുന്നു. വാവ്, അപ്പൊ ശരിക്കൊരു ആന്റിവൈറസ് തന്നെ. അതെ. പിന്നെ ഈ കൂണ് വെറുതെ കറിവെച്ച് കഴിക്കാൻ കഴിയില്ല കേട്ടോ. പകരം ഇതിന്റെ പൊടി ഉപയോഗിച്ച് ചായ ഉണ്ടാക്കി കുടിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിനാവശ്യമായ ഒരു പ്രതിരോധ കവചം തന്നെയാണത്. അതുപോലെ ഇന്ത്യക്കാരുടെ ഭക്ഷണരീതിയിൽ ഏറ്റവും വലിയൊരു കുറവ് പ്രോട്ടീനാണല്ലോ. നമ്മൾ കൂടുതലും കാർബോഹൈഡ്രേറ്റ്സ് ആണ് കഴിക്കുന്നത്. എന്നാൽ കൂൺ എന്നത് കുറഞ്ഞ കലോറിയും ഒട്ടും ഫാറ്റുമില്ലാത്ത, അതേസമയം ധാരാളം പ്രോട്ടീനും ഫൈബറും അടങ്ങിയ ഒന്നാണ്. അതെ, ആരോഗ്യത്തിന് ഭയങ്കര നല്ലതാണ്. ഇനി നമുക്ക് ഇവരുടെ ഇപ്പോഴത്തെ ആ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചൊന്ന് സംസാരിക്കാം. ഇതുവരെ ഏകദേശം 30 ലക്ഷത്തോളം രൂപ അവർ ഈ ബിസിനസ്സിൽ നിക്ഷേപിച്ചു കഴിഞ്ഞു. പ്രതിമാസം 20,000 രൂപയിൽ തുടങ്ങിയ വിൽപ്പന ഇന്നവർ ഒരു വർഷം 1 കോടി രൂപയ്ക്ക് മുകളിലെത്തി നിൽക്കുന്നു. വാവ്, 1 കോടി രൂപ! അതെ, അതായത് പ്രതിമാസം 10 ലക്ഷത്തിലധികം രൂപയുടെ വിൽപ്പന. ഇതിൽ 30% ലാഭമാണ് അവരുണ്ടാക്കുന്നത്. അടുത്ത വർഷത്തോടെ വരുമാനം 3 കോടിയാക്കുക എന്നതാണ് അവരുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ലക്ഷ്യം. ഒരു സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ച് ഈ ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ.
മുൻപ് പ്രതിമാസം $5500 ശമ്പളം വാങ്ങിയിരുന്ന ആള് ഇന്ന് കോടികളുടെ ബിസിനസ് ഉണ്ടായിട്ടും ബിസിനസ്സിൽ നിന്ന് വളരെ ചെറിയൊരു തുക മാത്രമാണ് സ്വന്തം ശമ്പളമായി എടുക്കുന്നത്. അത് ഭയങ്കര ഒരു കാര്യമാണ്. അതെ, കിട്ടുന്ന ലാഭം മുഴുവൻ തിരികെ ബിസിനസ്സിലേക്ക് തന്നെ വീണ്ടും നിക്ഷേപിക്കുകയാണ്. മാത്രമല്ല, താൻ ശമ്പളം എടുക്കുന്നതിന് മുൻപ് അദ്ദേഹം കമ്പനിയിലെ ജോലിക്കാർക്ക് ആദ്യം ശമ്പളം നൽകുന്നു. ഒരു ലീഡർ എപ്പോഴും സ്വന്തം ടീമിന്റെ കാര്യങ്ങൾക്കാണ് മുൻഗണന നൽകേണ്ടത് എന്ന വലിയൊരു പാഠമാണിത്. തീർച്ചയായും. സാമ്പത്തിക അച്ചടക്കം മാത്രമല്ല, അവരുടെ ജീവിത രീതിയും വളരെ വ്യത്യസ്തമാണ് കേട്ടോ. ഭൗതികമായ വസ്തുക്കൾ, അതായത് വലിയ വീടോ വില കൂടിയ കാറുകളോ ഒക്കെ വാങ്ങുന്നതിനേക്കാൾ അവർ പ്രാധാന്യം നൽകുന്നത് പുതിയ അനുഭവങ്ങൾക്കാണ്. എക്സ്പീരിയൻസസ്. അതെ, നല്ല ഭക്ഷണം കഴിക്കുക, പുതിയ രാജ്യങ്ങളിലേക്ക് യാത്രകൾ ചെയ്യുക, സ്വന്തം ശരീരത്തിലും ബിസിനസ്സിലും നിക്ഷേപിക്കുക എന്നതാണ് അവരുടെ രീതി. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപക്ഷെ തോന്നുണ്ടാകും, എനിക്കും ഇതുപോലെ ഒന്ന് തുടങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന്. തീർച്ചയായും നിങ്ങൾക്കും അത് സാധിക്കും. അതെ, ആർക്കും സാധിക്കും. കാരണം നിങ്ങളുടെ വീട്ടിൽ വെറുതെ കിടക്കുന്ന ഒരു മുറിയുണ്ടെങ്കിൽ വെറും 100 ബാഗുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ കൃഷി തുടങ്ങാം. അതിൽ നിന്ന് 100 കിലോ കൂൺ വരെ ലഭിക്കും. ഈ ഓർഗാനിക് കൂൺ മാർക്കറ്റിൽ കിലോയ്ക്ക് 400-500 രൂപയ്ക്ക് വരെ വിൽക്കാനും സാധിക്കും. പിന്നെ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കായി അവർ നൽകുന്ന 3 പ്രധാന ഉപദേശങ്ങളുണ്ട്. അതിലൊന്നാമത്തേതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിന് മുൻപേ അതിന് യഥാർത്ഥത്തിൽ മാർക്കറ്റുണ്ടോ എന്ന് പരിശോധിക്കുക. അതായത് പ്രോഡക്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് കസ്റ്റമറെ തപ്പി ഇറങ്ങിയവൻ. അതെ, ഇതവർ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതാണ്. കാരണം ആ പെലറ്റ് കിറ്റുകൾ ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ അവർ സോഷ്യൽ മീഡിയ വഴിയും മറ്റും ഇതിനെക്കുറിച്ച് ആളുകളെ അറിയിക്കുകയും 94-95 ഗ്രോ കിറ്റുകളുടെ ഓർഡർ മുൻകൂട്ടി എടുക്കുകയും ചെയ്തിരുന്നു. ഈ ഓർഡറുകൾ ലഭിച്ചതിന് ശേഷമാണ് അവർ യഥാർത്ഥത്തിൽ ഉൽപ്പന്നം നിർമ്മിക്കാൻ തന്നെ തുടങ്ങിയത്. അതായത് ഒരുതരം ക്രൗഡ് ഫണ്ടിംഗ് അല്ലെങ്കിൽ പ്രീ ഓർഡർ മോഡൽ. ആളുകൾക്ക് താൽപ്പര്യമില്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കി സമയം കളയേണ്ടതില്ലല്ലോ. വളരെ സ്മാർട്ടായൊരു നീക്കമാണിത് കേട്ടോ. അതെ, ഭയങ്കര സ്മാർട്ടാണ്. രണ്ടാമത്തെ ഉപദേശം എല്ലാ ദിവസവും കുറച്ച് സമയമെങ്കിലും നിങ്ങളുടെ ലക്ഷ്യത്തിനായി മാറ്റിവെക്കുക എന്നതാണ്. പെട്ടെന്നൊരു ദിവസം വലിയ വിജയമുണ്ടാകില്ലല്ലോ. ചെറിയ ചെറിയ കാൽവെപ്പുകളാണ് മാറ്റമുണ്ടാക്കുന്നത്. പിന്നെ മൂന്നാമത്തേത് എനിക്ക് വളരെ പ്രധാനപ്പെട്ടതായി തോന്നി. അതെ, മൂന്നാമത്തെ ഉപദേശം ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെക്കുറിച്ചാണ്. കൃത്യമായ വ്യായാമവും ധ്യാനവും. നമ്മൾ നേരത്തെ സംസാരിച്ച ആ എവറസ്റ്റ് യാത്ര ഓർമ്മയില്ലേ? ആ യാത്രയിൽ നിന്ന് അവർ പഠിച്ച ഏറ്റവും വലിയ പാഠം അതാണ്. ശരിയാണ്. നിങ്ങളുടെ ശരീരവും മനസ്സും ശാന്തമല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര മികച്ച ബിസിനസ് ഐഡിയ ഉണ്ടെങ്കിലും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല. പ്രതിസന്ധികളിൽ തളരാതിരിക്കാൻ ഈ മാനസിക ആരോഗ്യം വളരെ അത്യാവശ്യമാണ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഡീകോഡിങ്ങിന്റെ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. സുരക്ഷിതമായൊരു കോർപ്പറേറ്റ് ജോലിയിൽ നിന്ന് സ്വന്തം പാഷനിലേക്കുള്ള യാത്ര. പിന്നെ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് എവറസ്റ്റ് കയറി നേടിയെടുത്ത മാനസിക കരുത്ത്. ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി വഴി പുതിയൊരു മാർക്കറ്റ് സ്വയം ഉണ്ടാക്കിയെടുത്ത രീതി. IoT സാങ്കേതികവിദ്യയുടെ മികച്ച ഉപയോഗം. ഇവയെല്ലാമാണ് ഈ ദമ്പതികളെ വിജയത്തിലേക്ക് നയിച്ചത്. അതെ, എല്ലാം കൂടി ചേർന്നൊരു വിജയമാണിത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, സംരംഭകത്വം എന്നത് വെറുതെ ഒരു പ്രോഡക്റ്റ് വിൽക്കൽ മാത്രമല്ല, അതൊരു വലിയ പ്രോബ്ലം സോൾവിംഗ് കൂടിയാണെന്ന്. ഈ വിശകലനം അവസാനിപ്പിക്കുമ്പോൾ ഒരു നിമിഷം നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ദമ്പതികൾ അവരുടെ ഉൽപ്പന്നം നിർമ്മിക്കുന്നതിന് മുൻപ് തന്നെ 95 ആളുകൾക്കത് വിറ്റു എന്ന് നമ്മൾ കണ്ടു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബിസിനസ് ഐഡിയയോ ഒരു പുതിയ പ്രോജക്റ്റോ മനസ്സിൽ വെച്ച് അത് പൂർണ്ണമാകാൻ വേണ്ടി നിങ്ങൾ മാസങ്ങളോളമായി കാത്തിരിക്കുകയാണോ? അതെ, പെർഫെക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യാണോ? എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാകാൻ വേണ്ടി കാത്തിരിക്കുന്നതിന് പകരം നാളെ തന്നെ ഒരു ചെറിയ വാട്സാപ്പ് മെസ്സേജ് വഴിയോ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് വഴിയോ ആളുകൾക്ക് നിങ്ങളുടെ ഉൽപ്പന്നം ആവശ്യമുണ്ടോ എന്നൊന്ന് പരീക്ഷിച്ചുകൂടെ? പൂർണ്ണതയ്ക്ക് വേണ്ടി കാത്തിരുന്ന് സമയം കളയാതെ ഈ നിമിഷം തന്നെ ആ ആദ്യത്തെ പരീക്ഷണം നടത്താൻ നിങ്ങളെ തടയുന്നത് എന്താണ്? അന്ന് ആ വലിയ സുരക്ഷിതമായ കപ്പലിൽ നിന്ന് സ്വന്തം ചങ്ങാടത്തിലേക്ക് എടുത്തുചാടാൻ അവർ കാണിച്ച ധൈര്യം നിങ്ങളുടെ ആ സ്വപ്നത്തിലേക്ക് ആദ്യത്തെ ചുവടുവയ്ക്കാൻ നിങ്ങൾക്കുമുണ്ടാകട്ടെ. വീണ്ടും അടുത്ത ഡീകോഡിങ്ങിൽ കാണാം.